ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നല്ല കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ബൊഗൈൻ വില്ലാസുമായിട്ടാണേ. ബൊഗൈൻ വില്ലാസ് കുറച്ചായി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ട്. നമുക്ക് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കുറച്ച് ഗ്രാഫ്റ്റഡ് വെറൈറ്റീസാണ്. ഈ ഗ്രാഫ്റ്റഡ് വെറൈറ്റീസിനകത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇനി മൾട്ടിഗ്രാഫ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് പറയാണ്. ഒരു ചെടിയിൽ നമ്മൾ 6, 5, 3 കളറുകളിലുള്ള പല നിറത്തിലുള്ള ബോഗൺവില്ലാസ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇതിനെല്ലാം ഹൈബ്രിഡ് ഇനങ്ങളാണ് കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബട്ടർ കപ്പ് വരുന്നുണ്ട് ചില പ്ലാന്റ്സിനകത്ത്. നമുക്ക് എല്ലാറ്റിലും ഫ്ലവർ ആയിട്ടില്ല. 2-3 പ്ലാന്റ്സിനകത്ത് ഫ്ലവർ വന്നു തുടങ്ങിയപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടതാണ് കേട്ടോ. കാരണം കുറേ പേരായി ബൊഗൺവില്ല സെയിലില്ലേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കുറേ നാളായി കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതാണ് കുറച്ച് നല്ല പ്ലാന്റ്സ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പം നമ്മുടെ ഈ ഒരു ചെടിയിൽ 6 കളർ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. 6, 5, 3 കളറുകളെല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വെരിഗേറ്റഡ് ലീഫ് വരുന്ന പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സ് ആണ്. ഈ കാണുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നിറങ്ങിയിരിക്കുന്നതാണ്. 1 മാസത്തിൻ്റെയൊക്കെ അടുത്തായി നമ്മുടെ പ്ലാന്റ്സ് വന്ന് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. നമ്മൾ ചട്ടിയോട് കൂടിയിട്ടല്ല അയക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണ് വെച്ചിട്ടാണ് നമ്മൾ അയക്കുക. പിന്നെ ഈ കാണുന്ന വലിയ വലിയ പ്ലാന്റ്സ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മഴയത്തിരുന്നാലും കുഴപ്പമില്ല, വെയിലത്തിരുന്നാലും യാതൊരു പ്രശ്നമില്ല. നമുക്ക് 1-2 ചെടിയിലൊക്കെ പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ഇനി എല്ലാ പ്ലാന്റ്സിലും പരാഗണമൊക്കെ വഴി നല്ല രീതിയിൽ പൂക്കൾ വരും. നമ്മുടെ കാലാവസ്ഥ കുറച്ച് മോശമായതുകൊണ്ട് നമ്മുടെ സൗണ്ടൊക്കെ ഒന്ന് പോയിരിക്കുകയാണ് കേട്ടോ. നമ്മളിതിൻ്റെ റേറ്റ് പറയുന്നത് 6 കളർ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സിന് 3000 രൂപയും കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ്. അതുപോലെ 5 കളർ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ഉണ്ട്, അതിന് 2500 രൂപ കൊറിയർ ചാർജ് ഉൾപ്പെടുത്തിയിട്ടാണ്. 3 കളർ വരുന്ന പ്ലാന്റ്സിന് 1500 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ് കേട്ടോ. ഓൾ കേരള, ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരള ആകുമ്പോൾ കൊറിയർ ചാർജ് നമുക്ക് ചെറിയ രീതിയിൽ വേണം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിനകത്ത് അയക്കുന്നതിലും കൊറിയർ ചാർജ് കൂടുതൽ വരുന്നത് കൊണ്ടാണ് കേട്ടോ. ഔട്ട്സൈഡ് കേരള നമ്മൾ എടുത്തു പറയാൻ കാരണം നമുക്ക് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെയിലൊക്കെ ഔട്ട്സൈഡ് കേരളയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ആയിട്ട് ബൊഗൈൻവില്ല അല്ലെങ്കിലും നമുക്ക് മറ്റ് ഒരുപാട് ചെടികൾ സെക്കന്ദരാബാദ്, ഹൈദരാബാദ് നല്ല രീതിയിലാണ് കേട്ടോ ഗുജറാത്തിലേക്കൊക്കെ ഓർഡർ വന്ന് നമ്മൾ അയച്ചത്. അപ്പോൾ സാധാരണ 2-3 പ്ലാന്റ്സ് അയക്കുമ്പോഴത്തേക്കും 120-150 രൂപയൊക്കെ കൊറിയർ ചാർജ് വരും. അപ്പം നമ്മൾ ഈ കേരളത്തിലേക്ക് കൊടുക്കുന്ന ഷിപ്പിംഗ് ചാർജ് എടുത്തിട്ട് അതിൽ അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് വരുവാണെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് കേരളയിൽ നിന്നുള്ള ആൾക്കാരെ കയ്യിൽ നിന്ന് 50-100 രൂപയുടെ രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇനി മൾട്ടിഗ്രാഫ്റ്റ് കൂടാതെ ഇപ്പം നമ്മളൊരു 3 വെറൈറ്റി ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് കൂടിയാണ് കാണിക്കുന്നത്. നമ്മൾ കണ്ടത് ജീഷ്യ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ, നല്ല വയലറ്റ് പൂക്കളോട് കൂടിയിട്ട്. ഇത് നമ്മുടെ അടർണയാണ് വരുന്നത്. അടർണ ഒരുപാട് പേര് ആരാധകരായിട്ടുണ്ട്. അപ്പോൾ അവരിലേക്കും കൂടെയൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മുടെ വഴിയെ പറഞ്ഞു തരാം. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സ് ആണ്. അടർണയുണ്ട്, അതുപോലെ തോങ്ലാങ് റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയും കൂടി ഉണ്ട്. അപ്പോൾ 3 വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അടർണ, ജീഷ്യ ആൻഡ് തോങ്ലാങ് റെഡ്. അതിൽ ജീഷ്യ വെറൈറ്റിക്ക് വരുന്നത് 320, തോങ്ലാങ് റെഡിന് വരുന്നത് 300, അതുപോലെ നമ്മുടെ അടർണയ്ക്ക് വരുന്നത് 280 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത്രയും കാണിച്ച സ്ഥിതിക്ക് നമുക്കിനി അടുത്ത വരുന്ന ചോദ്യം എന്ന് പറയുന്നത് റൂട്ടഡ് പ്ലാന്റ്സ് ഇല്ലേ എന്നായിരിക്കും. റൂട്ടഡ് ഉണ്ട്. റൂട്ടഡ് നമ്മൾ പതിയെ കൊണ്ടുവരാം കേട്ടോ. മറ്റൊന്നുമല്ല, റൂട്ടഡ് ഒന്ന് നമുക്ക് സെറ്റായി വരുന്നേ ഉള്ളൂ. ഈ കാണുന്നതാണ് നമ്മുടെ തോങ്ലാങ് റെഡ് എന്ന് പറയുന്ന വെറൈറ്റി. അപ്പോൾ ഇതിനകത്തെല്ലാം നമുക്ക് ഒരു തവണ ഫ്ലവർ വന്ന് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഐഡിയും കൺഫേം ആണ് കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് വീഡിയോസ് വരും. നമ്മുടെ ചെടികളിലെല്ലാം ഫ്ലവർ ആയി വരുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഐഡിയ എല്ലാം കൺഫേം ആക്കിയതിന് ശേഷം മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ 3 പ്ലാന്റ്സ് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് വരുന്നത് കേട്ടോ. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കവറിനകത്തേക്ക് വെച്ചത്. നമുക്ക് ചട്ടിയിലൊക്കെ ആക്കി വയ്ക്കുമ്പോൾ ഒരുപാട് സ്പേസ് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 5000ൻ്റെ അടുത്ത് പ്ലാന്റ്സ് ആണ് ഇത്തവണ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. അത് നമുക്ക് തീരുന്നതനുസരിച്ചുള്ള പുതിയ പ്ലാന്റ്സ് നമ്മുടെ കയ്യിലേക്ക് വരും കേട്ടോ.
നമ്മൾ എല്ലാ ചെടിയിലും നിറയെ പൂക്കളോട് കൂടിയായിട്ട് സെയിൽ ചെയ്യാമെന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ കസ്റ്റമേഴ്സിന് സമയമില്ല, അവരെല്ലാം കാത്തിരിക്കുകയാണ്. ഫ്ലവർ ഇല്ലെങ്കിലും ID കൺഫേം ആയ പ്ലാന്റ്സ് ഞങ്ങൾ എടുക്കാം, നിങ്ങൾ വീഡിയോ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ID കൺഫേം ആയതിൽ ഫ്ലവർ ഇല്ലാതെ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആവശ്യമുള്ളവരത് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, അതിനകത്തൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നില്ല, DTDC ആണ് നമ്മുടെ കൊറിയർ സർവീസ് വരുന്നത്. പേയ്മെൻറ്റ് നമ്മൾ ആദ്യം GPay വഴിയാണ് ചെയ്യുന്നത്. നമ്മൾ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞത് മൾട്ടിഗ്രാഫ്റ്റിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനെല്ലാം ബാക്കി 3 വെറൈറ്റീസിനും നമുക്ക് കൊറിയർ ചാർജ് അഡീഷണൽ ആയിട്ട് വരും. അപ്പോൾ അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ. അത് നമുക്ക് നല്ല രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട്. എല്ലാം നല്ല മഴയൊക്കെ കൊണ്ട് നല്ല സൂപ്പറായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. ആർക്കും യാതൊരു പേടിയും വേണ്ട, മൾട്ടിഗ്രാഫ്റ്റ് മഴയത്ത് നിന്നാൽ പോവോ എന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കാണിച്ചു തരുന്നത്. പിന്നെ നമ്മുടെ കാലാവസ്ഥയായിട്ട് സെറ്റായി നിൽക്കുന്ന നല്ല പ്ലാന്റ്സ് തന്നെയാണ്. നമ്മുടെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ പ്ലാന്റ്സ് ഓൺലൈനായിട്ട് 2 ദിവസം ബോക്സിനകത്തിരുന്ന് വരുന്നതാണ്. യാതൊരു കാരണവശാലും നിങ്ങളത് ഡയറക്റ്റ് വെയിലത്ത് കൊണ്ട് വെക്കരുത്, ഷെയ്ഡിനകത്ത് വെക്കുക, നല്ല രീതിയിൽ വെള്ളം കൊടുക്കുക. ചെടി സെറ്റായതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ അത് ഇട്ടിട്ട് റീപോർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ കയ്യിൽ പ്ലാന്റ് കിട്ടുമ്പോൾ തന്നെ അതിനകത്തേക്ക് ചാണകപ്പൊടി, എല്ലുപൊടി എന്ന് പറഞ്ഞിട്ടുള്ള സംഗതികളൊന്നും ചേർക്കരുത്. വെറുതെ നമ്മുടെ ഗാർഡൻ സോയിലിൽ മാത്രം വെച്ച് പിടിപ്പിക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ, ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ ഈ പ്ലാന്റ്സ് ആവശ്യമുള്ളവരുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിന് മെസ്സേജ് അയയ്ക്കുക. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.